2026 നീറ്റിൽ ഇന്നാണ് നടക്കുന്നത്. ഇന്ന് 5 മണിക്കാണ് നടക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3 മണിയാകുമ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ അതുണ്ടാവുമെന്ന് വിചാരിക്കാം. സോ ഇന്ന് 5 മണിക്കാണ് നീറ്റ് എക്സാം. നിങ്ങളെല്ലാവരും നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും ഈ വീഡിയോ കാണാം. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നീറ്റ് എക്സാം ഉണ്ടായേക്കാം അല്ലേ, നീറ്റ് 2026 ചിലപ്പോൾ ഉണ്ടായിരിക്കാം ഈ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റ്. സോ അതിൽ നമ്മൾ പറയുന്നത് ഒരു ക്വാണ്ടിറ്റി സോ അതിൽ നമ്മൾ പറയുന്നത് ഒരു ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ആവറേജ് വാല്യൂവും ഇൻസ്റ്റന്റേനിയസ് വാല്യൂവും സെയിം ആയിരിക്കും. നമ്മളത് മോഷൻ സ്ട്രൈറ്റ് ലൈൻ ഒക്കെ പറഞ്ഞതാണ്. അതിന്റെ കാരണം എന്താണ്, സിമ്പിളായിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഒരു ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ എല്ലാ മാച്ചിലും 100 ആണെങ്കിൽ അയാളുടെ ഓരോ മാച്ചിലുള്ള ഇൻസ്റ്റന്റേനിയസ് വാല്യൂ 100 ആണ്, അയാളുടെ ആവറേജ് വാല്യൂ 100 റൺസ് തന്നെയാണ്. സോ ഇവിടെ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ പറയും അതിന് ഫോഴ്സും ഇൻസ്റ്റന്റേനിയസ് ഫോഴ്സും അതിന്റെ ആവറേജ് ഫോഴ്സും സെയിം ആയിരിക്കും. സോ ഇൻസ്റ്റന്റേനിയസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആവറേജ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്, മാസ് ഇൻറ്റു ആവറേജ് ആക്സിലറേഷൻ. സോ മാസ് കട്ട് ചെയ്ത് പോയ ആക്സിലറേഷൻ എന്തിന് ഈക്വൽ ആവും, ആവറേജ് ആക്സിലറേഷൻ ഈക്വൽ ആവും. അതായത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താക്കിയതും v മൈനസ് u ബൈ ഡെൽറ്റ ടി. നിങ്ങളെല്ലാവർക്കും ഇത് അറിയായിരിക്കും. സോ ചില ക്വസ്റ്റ്യനിൽ അവർ പറയും ഇവിടെ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ ആക്സിലറേഷന്റെ ഇക്വേഷൻ ആയിട്ട് v മൈനസ് യു ബൈ ഡെൽറ്റ ടി എന്ന് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ സംശയം വരരുത്, സാർ ഇത് ആവറേജ് ആക്സിലറേഷൻ ഇക്വേഷൻ അല്ലേ, ആവറേജ് ആക്സിലറേഷൻ ഇക്വേഷൻ ആണ് v മൈനസ് യു ബൈ ഡെൽറ്റ ടി. പക്ഷെ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷനും ആവറേജ് ആക്സിലറേഷനും സെയിം ആയതുകൊണ്ട് v മൈനസ് യു ബൈ ഡെൽറ്റ ടി തന്നെയാണ് ആക്സിലറേഷൻ ഉപയോഗിക്കുന്നത്. അതേപോലെ ചില സമയത്ത് അവർ പറയും ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫോഴ്സ് ആവറേജ് ഫോഴ്സ് സെയിം ആണ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താ പറയാം, ആക്സിലറേഷനും ആവറേജ് ആക്സിലറേഷനും സെയിം ആണ് അല്ലേ. സോ ഇവിടെ ആക്സിലറേഷനും ആവറേജ് ആക്സിലറേഷനും സെയിം ആയി. സോ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, മാസ് ഇൻറ്റു ആക്സിലറേഷനും മാസ് ഇൻറ്റു ആവറേജ് ആക്സിലറേഷനും സെയിം ആയി. അതായത് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ആവറേജ് ഫോഴ്സ് ആയി. സോ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫോഴ്സും ആവറേജ് ഫോഴ്സും സെയിം ആയിരിക്കും. ചിലപ്പോൾ അവർ പറയും ഇവിടെ ഒരു ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, അങ്ങനെയാണെങ്കിൽ ആവറേജ് ഫോഴ്സ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയും സാർ ആവറേജ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആവറേജ് ആക്സിലറേഷൻ ആണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ ആവറേജ് ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ആരെന്നിട്ടുണ്ടാവും, ആക്സിലറേഷൻ വന്നിട്ടുണ്ടാവും. സോ മാസ് ഇൻറ്റു ആവറേജ് ആക്സിലറേഷനിൽ ആവറേജ് ആക്സിലറേഷൻ പകരമായിട്ട് ആരെ കൊണ്ടുവരാം, ആക്സിലറേഷൻ കൊണ്ടുവരാം. സാർ ഒന്നും മനസ്സിലായില്ല, ബേജാറാവാനൊന്നുമില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യും. ഇതൊന്നും ആരും അങ്ങനെ പഠിപ്പിക്കലോ ഇതാക്കലോ അങ്ങനൊന്നുമില്ല. അവരിങ്ങനെ മാസിൻ്റെ ആക്സിലറേഷൻ ആവറേജ് ആക്സിലറേഷൻ തന്നാലും ആക്സിലറേഷൻ്റെ അങ്ങനെ ചെയ്തങ്ങനെ പോയി കിട്ടും. പക്ഷെ എന്താ കിട്ടിയെന്നുള്ള കാര്യം മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് തിയറി പറഞ്ഞോളൂ. അപ്പോൾ അത് ബേജാറാവേണ്ട കാര്യമൊന്നും ഇല്ല. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും സിമ്പിളാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചോദിക്കും സാർ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. കാരണം നിങ്ങൾ ഡോക്ടർമാരാവേണ്ടതാണ്, നെഞ്ചത്ത് സർജറി ഒക്കെ ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പം നിങ്ങളെ മുമ്പിൽ ഒന്ന് ഇരിക്കുമ്പോൾ എനിക്ക് ബേജാറാവരുത്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സമാധാനത്തിൽ പഠിപ്പിക്കുന്നത്. നാളെ നിങ്ങൾ ഇന്ന സർജറി ഒക്കെ ചെയ്യാൻ വേണ്ടിയ ആൾക്കാരാണ്. സോ നിങ്ങളെ കറക്റ്റായിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് നമ്മളെ ഒരു ഉത്തരവാദിത്തമാണ്. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂ ടു എ കോൺസ്റ്റന്റ് ഫോഴ്സ് സ്പീഡ് ഓഫ് മാസ് m ചേഞ്ചസ് ഫ്രം u മീറ്റർ പെർ സെക്കൻഡ് ടു v മീറ്റർ പെർ സെക്കൻഡ് ഇൻ t സെക്കൻഡ്. ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഇഫ് സ്പീഡ് ഇൻക്രീസ്ഡ് ആൻഡ് ഇഫ് സ്പീഡ് ഡിക്രീസ്ഡ്. സോ ഒരു മാസിന്റെ മേലെ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, അതൊരു t സെക്കൻഡ് അപ്ലൈ ചെയ്യുന്നത് കാരണമായിട്ട് സ്പീഡ് യുവിൽ നിന്നും വിയിലേക്ക് മാറിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, ഡയറക്ഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയും ഇവിടെ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. കോൺസ്റ്റന്റ് ഫോഴ്സ് ആയി കഴിഞ്ഞാൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ആവറേജ് ഫോഴ്സ് ആണ്. സോ ആവറേജ് ഫോഴ്സിന്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു ആവറേജ് ആക്സിലറേഷൻ ആണ്. ആവറേജ് ആക്സിലറേഷൻ ഇക്വേഷൻ v മൈനസ് യു ബൈ ഡെൽറ്റ ടി ആണ്. ഇവിടെ തന്നെ ടൈം എന്ന് പറയുന്നത് t ആയതുകൊണ്ട് നമ്മളുടെ v മൈനസ് യു ബൈ ടി ഇതാണ്. സോ കഴിഞ്ഞു. സോ ഫസ്റ്റത്തേന്റെയും രണ്ടാമത്തേന്റെയും മാഗ്നിറ്റ്യൂഡ് ആണ് ചോദിച്ചത്. മാഗ്നിറ്റ്യൂഡ് എന്താണ്, ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, m ഇൻറ്റു v മൈനസ് യു ബൈ ടി ആണ്. സോ ചില ആൾക്ക് സംശയം ഉണ്ടാവും, സാറേ നമുക്ക് ഡയറക്റ്റ് എഫ് ഫിസിക്കൽ എം എ ഉപയോഗിച്ചൂടെ. ഇവിടെ എഫ് ഫിസിക്കൽ എം എ ആവറേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഫ് ഫിസിക്കൽ എം എ ഉപയോഗിച്ചൂടെ. ഇല്ല, കാരണം എന്താ, ഇവിടെ എ തന്നിട്ടില്ല, നമുക്ക് തന്നിട്ടില്ല. നമുക്ക് എന്താക്കി മാറ്റണം, ഈ എ ആവറേജ് ആക്സിലറേഷൻ ഈക്വൽ ആണ്, കാരണം കോൺസ്റ്റന്റ് ഫോഴ്സ് ആയതുകൊണ്ട്
ആ ആവറേജ് ആക്ഷൻ ഈക്വൽ ആയതുകൊണ്ടാണ് നമ്മൾ m ഇൻറ്റു v മൈനസ് u ബൈ ടി എന്ന് ചെയ്തത്. ഡയറക്റ്റ് ആക്സലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനോ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനോ ഒന്നും തന്നിട്ടില്ല. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കലി എം എ ഉപയോഗിക്കാമായിരുന്നു. സോ അതുകൊണ്ടാണ് അവർ കോൺസ്റ്റന്റ് ഫോഴ്സ് തന്നത്. കോൺസ്റ്റന്റ് ഫോഴ്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആവറേജ് ആക്സലറേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഒന്നാമത്തേതിനും രണ്ടാമത്തേതിനും എന്താ ചോദിച്ചാൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, സ്പീഡ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. സോ നമ്മളത് മോഷൻ സ്ട്രേറ്റ് ലൈനിൽ പറഞ്ഞാണ്. ഒരു പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഇങ്ങോട്ടേക്കാണെങ്കിൽ, അതായത് അതിന്റെ വെലോസിറ്റി ഇങ്ങോട്ടേക്കാണ്. സോ അതിനെ സ്പീഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഒരാൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്നും അതിനെ ഇങ്ങോട്ടേക്ക് ഉന്താണ്. അപ്പോഴാണ് എന്ത് ചെയ്യാൻ സംഭവിക്കാം, സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഡയറക്ഷനിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. സോ ഇവിടെ നിന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും, ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. അതേപോലെ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ എം ഉണ്ട്, ഇവിടെ വെലോസിറ്റി ഇങ്ങോട്ടേക്കാണ്, അതായത് ഡയറക്ഷൻ ഓഫ് മോഷൻ വലത്തോട്ടാണ്. നമ്മൾ ഇവിടെ പറയാണ് ഇവിടെ ഇതിന്റെ സ്പീഡ് കുറയ്ക്കണം. ഒരു കാറിനെ വരാണ്, അതിന്റെ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉന്തിക്കഴിഞ്ഞാൽ ഇതിന്റെ സ്പീഡ് കുറയോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്നും അതിന് ഇങ്ങോട്ടേക്ക് ഉന്തണം അല്ലെ. ഇങ്ങനെ ഉന്തിക്കഴിഞ്ഞാൽ എന്താവും, സ്പീഡ് കുറയും. അതായത് നമ്മൾ ഫോഴ്സ് ഈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യണം, എന്നാലാണ് ഇതെന്താവാം, സ്പീഡ് കുറയാം. രണ്ടാമത്തെ സ്പീഡ് കുറയാന്നല്ലോ പറഞ്ഞത്. സോ നമുക്ക് എന്താ പറയാം, ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ക്ലിയർ ആയിട്ട് വിചാരിക്കണം. മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചത് കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ ആക്സലറേഷൻ ആവറേജ് ആക്സലറേഷൻ സെയിം ആണ്. ഈ സംഭവം നമ്മൾ ഓൾറെഡി മോഷനെ സ്ട്രേറ്റ് ലൈനിൽ പഠിച്ചാണ്. ഡയറക്ഷൻ ഓഫ് മോഷനിൽ തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഡയറക്ഷൻ ഓഫ് മോഷന് ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്പീഡ് ഡിക്രീസ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ്. So next question is in the due to a constant retarding force F Newton, a body of mass m kg initially moving with the speed u meter per second comes to a stop. Find the time taken for it to come to rest. So നിങ്ങൾ പറയും സാർ ഇത് എന്താണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മളിത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് സ്റ്റോപ്പിംഗ് ടൈം എന്നുള്ള ഭാഗത്തൊക്കെ മോഷനെ സ്ട്രേറ്റ് ലൈനിൽ കുറേ ചെയ്താണ് അല്ലേ. സോ നിങ്ങൾക്ക് അത് സിമ്പിളായി ചെയ്യാം അല്ലേ. സോ നമ്മൾ പഠിച്ചതാണ് ആവറേജ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ഡെൽറ്റ ടി. സോ അതിൽ നിന്ന് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ആവറേജ് ആക്സിലറേഷൻ. പക്ഷെ ഇവിടെ ആവറേജ് ആക്സിലറേഷൻ തന്നിട്ടുണ്ടോ? ഇവിടെ ആവറേജ് ആക്സിലറേഷൻ തന്നിട്ടുണ്ടോ? ഇല്ല, തന്നിട്ടില്ല. നിങ്ങൾ അവിടെ തന്നിട്ടോ? ഇല്ല. നമുക്ക് പകരം വേറെ ആരാ തന്നത്? കോൺസ്റ്റന്റ് റിട്ടാർഡിംഗ് ഫോഴ്സ് എഫ്, മാസ് എത്രയാണ്, എം കെ ജി, ഇതാ തന്നത്. ഇവിടെ വി നമ്മൾ 0 എടുത്ത്. സോ ബാക്കി എന്താവും, 0 മൈനസ് യു ബൈ എ ആവറേജ്, അതായത് മൈനസ് യു ബൈ എ ആവറേജ് എന്നാവും. പക്ഷേ ഈ എ ആവറേജ് എന്നുള്ള കാര്യം നമുക്കറിയില്ല. സോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നമ്മൾ സ്റ്റോപ്പായി അല്ലേ. സോ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ ഇവിടെ എഫും എമ്മും എക്സ്ട്രാ ആയിട്ട് തന്നത്. സോ ഇത് വെച്ച് എന്തോ ചെയ്യാൻ പറ്റും. എന്തായിരിക്കും അത്? നമുക്കറിയാം ഇവിടെ കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റന്റ് ഫോഴ്സ്, ഫോഴ്സ് കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, ആവറേജ് ആക്സിലറേഷൻ എന്താവും, ആവറേജ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ആവും. സോ നമുക്ക് ഇവിടെ ഈ ഇക്വേഷൻ എന്താക്കി മാറ്റി എഴുതാം. ഇവിടെ ഈ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും, എ ആവറേജ്, സോറി ഈ ഇക്വേഷൻ എന്താക്കി എഴുതാൻ പറ്റും, ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു മൈനസ് യു ബൈ ആക്സിലറേഷൻ. ആക്സിലറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സിലറേഷൻ എന്ന് പറയുന്നത് എഫ് ബൈ എം എന്നാക്കാം, എഫ് ബൈ എം. പക്ഷെ ഇവിടെ ഡയറക്ഷൻ നോക്കണ്ടേ, ഡയറക്ഷൻ കൊണ്ടാക്കാം, ഫോഴ്സിന്റെ ഡയറക്ഷൻ കൊണ്ടാക്കാം, പറയും അറിയില്ല. ഓക്കെ, കോൺസ്റ്റന്റ് റിട്ടാർഡിംഗ് ഫോഴ്സ്. സോ റിട്ടാർഡിംഗ് ഫോഴ്സ് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡയറക്ഷൻ ഓഫ് മോഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്താം, നെഗറ്റീവ് എന്ന് എഴുതാം. കാരണം ഡയറക്ഷൻ ഓഫ് മോഷന്റെ ഓപ്പോസിറ്റ് ആണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ നെഗറ്റീവ് എഫ് ബൈ എം. സോ നമ്മൾ എന്താ ഇവിടെ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു മൈനസ് യു ബൈ ആവറേജ് ആക്സിലറേഷൻ ഇവിടെ മൈനസ് എഫ് ബൈ എം എന്ന് എഴുതി. സോ ഈ നെഗറ്റീവ് നെഗറ്റീവ് പോയി, ബാക്കി എന്തായി, എം യു ബൈ എഫ്, എം യു ബൈ എഫ് അല്ലേ. സോ സംഭവം സിമ്പിളാണ് അല്ലേ, ഒന്നും ഇല്ലാതൊക്കെ സിമ്പിളാണ്. ആവറേജ് ആക്സിലറേഷനും ആക്സിലറേഷനും സെയിം ആവും കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ. അപ്പോൾ ആക്സിലറേഷൻ ഇക്വേഷൻ നമ്മൾ എഫ് ബൈ എം എന്നിട്ട് കൊടുത്ത്, റിട്ടാർഡിംഗ് ഫോഴ്സ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് എഫ് ബൈ എം എന്നായി. ഇത്രയേ ഉള്ളൂ. സോ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങൾ എഴുതി കൊടുക്കുന്ന നീറ്റ് 2026 ചോദിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതിൽ NCERT ക്വസ്റ്റ്യൻ ആണ്, അദ്ദേഹം ഡാറ്റ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. എ ബോഡി ഓഫ് മാസ് 0.8 കിലോഗ്രാം മൂവിംഗ് ഇനീഷ്യലി വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് ടു ദ നോർത്ത്. സോ ഞാൻ ഇവിടെ ഇതാണ്
ഒരു നോർത്ത് ഇവിടെ ആക്കി വരികയാണ്, സൗത്ത് ഇവിടെ ആക്കാണ്. സോ ഒരു ബോഡി ഉണ്ട്, അതിന്റെ മാസ് 0.8 കിലോഗ്രാം ആണ്. അതിന്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് നോർത്തിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് അതിന്റെ മേലെ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആക്ട് ചെയ്യാണ് 8 ന്യൂട്ടൺ ഡയറക്റ്റ് ടുവാർഡ്സ് ദ സൗത്ത്. സോ 8 ന്യൂട്ടൺ ഫോഴ്സ് ഇതിന്റെ മേലെ ആക്ട് ചെയ്യാം. പക്ഷെ അത് ആക്ട് ചെയ്യുന്നത് 20 സെക്കൻഡ് നേരത്തേക്കാണ്. 20 സെക്കൻഡ് നേരത്തേക്കാണ് ഈ 8 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്. Take instant the force applied to be t is equal to 0. Force apply ചെയ്ത സമയം t is equal to 0 ആണ്. The position of the body at that time to be x is equal to 0. So time 0 ആവുന്ന സമയത്ത് പൊസിഷൻ 0 ആക്കി എടുത്തു. ഈ പൊസിഷൻ നമ്മൾ x is equal to 0 ആക്കി എടുത്തു. And predict its position at t is equal to -5 second and 25 second. -5 second ആകുമ്പോൾ അതിന്റെ പൊസിഷൻ എവിടെയാണ്? സോ ചില ആൾക്കാർ വിചാരിക്കും സാർ നെഗറ്റീവ് ടൈം നെഗറ്റീവ് ആവില്ലല്ലോ. ആവും. നമ്മൾ മോഷൻ സ്ട്രേറ്റ് ലൈൻ പഠിച്ചവർക്ക് അറിയാം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയം നമ്മൾ 0 സെക്കൻഡ്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് ടൈം നമ്മൾ 0 സെക്കൻഡ് എടുക്കും. അതിന് മുമ്പും മോഷൻ ഉണ്ട്. ആ മോഷന്റെ സമയം നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് പറയാം. ഓക്കെ, സോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയം ടൈം 0, ആ സമയത്ത് പൊസിഷൻ 0. 20 സെക്കൻഡ് നേരത്തേക്കാണ് ഫോഴ്സ് ഉള്ളത്. സോ ഫോഴ്സ് ഉള്ള സമയത്തേക്ക് മാത്രമേ ആക്സിലറേഷൻ ഉണ്ടാവുള്ളൂ. F is equal to mass into acceleration. So 0 to 20 സെക്കൻഡ് നേരത്തേക്ക് ആക്സിലറേഷൻ ഉള്ളൂ. സോ ഈ ഒബ്ജക്റ്റ് 10 മീറ്റർ പെർ സെക്കൻഡിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ -5 സെക്കൻഡ് ആവുന്ന സമയത്ത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. സൗത്ത് പോൾ കുറച്ചുകൂടി താഴത്തേക്ക് വരിക. -5 സെക്കൻഡ് ആവുന്ന സമയത്ത് ഇവിടെയാണെന്ന് വിചാരിക്കാം. t is equal to -5 സെക്കൻഡ്. സോ ആ സമയത്തുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ വരും. x is equal to നെഗറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വാല്യൂ വരും. ആ പൊസിഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നെഗറ്റീവ് എന്തെങ്കിലും വാല്യൂ ആയിരിക്കും. പക്ഷെ ഇവിടെ ആക്സിലറേഷൻ ഉണ്ടോ? ഇവിടെ മുതൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. കാരണം ഇവിടെ മുതൽ ആണ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് തുടങ്ങുന്നത്. സോ ഇവിടെ മുതൽ ഇവിടെ വരെ ആക്സിലറേഷൻ ഇല്ല. അപ്പൊ നമുക്ക് എഴുതാം ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 0. കാരണം ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. ഫോഴ്സ് 0 ആയത് കാരണമായിട്ട് ആക്സിലറേഷൻ 0 ആണ് ഇവിടെ മുതൽ ഇങ്ങോട്ടുള്ള മോഷൻ. സോ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് നോക്കാലോ. നമ്മൾ പറയും -5 സെക്കൻഡ് ടു 0 സെക്കൻഡ്. ആ സമയത്തുള്ള മോഷൻ കൺസിഡർ ചെയ്യണം. സോ നമുക്ക് പൊസിഷനാണ് കാണേണ്ടത്. നമുക്കറിയാം ഈ പാർട്ടിക്കിൾ 10 മീറ്റർ പെർ സെക്കൻഡിലാണ് മൂവ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് സ്പീഡിൽ. ഇവിടെ എത്തുമ്പോഴാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം സ്പീഡ് കുറയും. പക്ഷെ -5 to 0 നോക്കുന്ന സമയത്ത് സ്പീഡ് 10 തന്നെയാണ്. സോ നമുക്ക് ഇങ്ങനെ ചെയ്തൂടെ? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു 10 ഇൻടു ടൈം എത്രയാണ്? ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറയുന്നത് 0 -5. സോ 0 -5. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. സോ അതായത് x ഓഫ് 0 മൈനസ് x ഓഫ് -5 ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഈസ് ഈക്വൽ ടു 10 ഇൻടു 5 എന്ന് പറഞ്ഞാൽ 50 മീറ്റർ. സോ ഇവിടെ x ഓഫ് 0 അവർ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 0 മൈനസ് x ഓഫ് -5 എന്ന് പറഞ്ഞാൽ 50 മീറ്റർ. x ഓഫ് -5 എന്ന് പറഞ്ഞാൽ -50 മീറ്റർ. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം -5 മുതൽ 0 സെക്കൻഡ് വരെ ആക്സിലറേഷൻ ഇല്ല. കാരണം അവിടെ ആ സമയത്ത് ഫോഴ്സ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് നോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ 25 സെക്കൻഡ് കാര്യം പറയും. അടുത്ത ഭാഗത്ത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് 25 സെക്കൻഡ് ആകുമ്പോൾ പൊസിഷൻ എവിടെയാണ്? സോ നമ്മളുടെ ഫിഗർ ഇവിടെ ഉണ്ട്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട, കുട്ടികളെ മിസ്സാക്കുന്ന പ്രധാന സംഭവം ഇവിടെ 20 സെക്കൻഡ് നേരത്തേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ 20 സെക്കൻഡ് നേരത്തേക്ക് ആക്സിലറേഷൻ ഉള്ളൂ. സോ 25 സെക്കൻഡുള്ള പൊസിഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 20 സെക്കൻഡ് വരെ ഉള്ള പൊസിഷൻ എവിടെയാണെന്ന് കാണും. എന്നിട്ട് വേണം 25 സെക്കൻഡിലുള്ള പൊസിഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട്. സോ നമുക്കിവിടെ പറയാം, ആദ്യം നമ്മൾ 0 to 20 സെക്കൻഡ് ആ സമയത്ത് എന്താ നടക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. സോ നമുക്കിവിടെ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്.
ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്കറിയാം ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്കറിയാം ആക്സിലറേഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സോ ആദ്യം നമ്മൾ 0 to 20 സെക്കൻഡ് നേരത്തേക്ക് ഉള്ള കാര്യം നോക്കുകയാണ്. ആ സമയത്താണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ മാസ് ആണ്. സോ ഫോഴ്സ് എന്ന് പറയുന്നത് 8 ന്യൂട്ടൺ, ഫോഴ്സ് എന്ന് പറയുന്നത് 20 ന്യൂട്ടൺ, മാസ് എന്ന് പറയുന്നത് 0.8 കിലോഗ്രാം. സോ നമുക്ക് 20 ന്യൂട്ടൺ അല്ല ഫോഴ്സ് എന്ന് പറയുന്നത് 8 ന്യൂട്ടൺ ആണ്, മാറിപ്പോയതാണ്. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ് എന്ന് പറയുമ്പോൾ 8 ഡിവൈഡഡ് ബൈ 0.8 എന്ന് വരും. അതായത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പൊസിഷൻ കാണണം. സോ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ പോലെ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടൈം 0 മുതൽ ടൈം 20 ആകുമ്പോൾ ഇവിടെ ആയിരിക്കും അല്ലേ, തൽക്കാലം ഇവിടെ ആകുന്നതായിരിക്കും. സോ ടൈം 20 ആവുന്ന സമയമാണ് നമ്മൾ നോക്കുന്നത്. ആ സമയം പൊസിഷൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും, കാരണം ഇവിടെയാണ് 0 കൺസിഡർ ചെയ്തത്. സോ ഈ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കാണണം. സോ നമ്മൾ പറയും പൊസിഷൻ അറ്റ് 20 സെക്കൻഡ് മൈനസ് ഇവിടുന്ന് ഇങ്ങോട്ട് ഫൈനൽ ചെയ്ത് ഇനീഷ്യൽ എക്സ് ഓഫ് 0 ഈസ് ഈക്വൽ ടു വെലോസിറ്റി അറ്റ് 0 സെക്കൻഡ് ആകുന്ന സമയത്തുള്ള വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 10 ഇൻറ്റു ടൈം എത്രയാണ്? ടൈം 0 മുതൽ 20 വരെ ടൈം 20 സെക്കൻഡ് പ്ലസ് ആക്സിലറേഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഒബ്ജക്റ്റ് മേലോട്ട് പോകുമ്പോൾ ആക്സിലറേഷൻ താഴോട്ടേക്കാണ്. നമ്മൾ പോസിറ്റീവ് മേലോട്ട് എടുത്താണെങ്കിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആയി. സോ ഇവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് -10 ഇൻറ്റു ടൈം എത്രയാണ് എടുത്തത്? 20 സ്ക്വയർഡ് ബൈ 2. സോ നമുക്ക് ഈ ഉത്തരം 200 മൈനസ് 5 ഇൻറ്റു 400, അതായത് -5 ഇൻറ്റു 400 നമ്മൾ -2000 ഇതാണ്. സോ 2000 മൈനസ് 200 1800 ആയി. സോ അത് -1800 മീറ്റർ എന്നാവും. എക്സ് ഓഫ് 0 ടൈം 0 സെക്കൻഡ് ആകുമ്പോൾ പൊസിഷൻ 0 ആയതുകൊണ്ട് ഇവിടെ -0 എന്നാവും. അതായത് പൊസിഷൻ അറ്റ് 20 സെക്കൻഡ് -1800 മീറ്റർ കിട്ടി. ഇതാണ് 0 to 20 സെക്കൻഡ് വരെ നടക്കുന്നത്. അപ്പൊ ഞാനിത് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാണ്. എക്സ് ഓഫ് 20 സെക്കൻഡ് ആവുന്ന സമയത്ത് പൊസിഷൻ എന്ന് വരുന്നത് -1800 മീറ്റർ ആണ്. നമ്മളോട് ചോദിച്ചത് 25 സെക്കൻഡുള്ള കാര്യമാണ്. സോ നമുക്ക് അടുത്തത് 20 സെക്കൻഡ് ടു 25 സെക്കൻഡ് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം നോക്കാം. 0 to 20 സെക്കൻഡ് ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കണ്ടെത്തി. ഇവിടെ ആക്സിലറേഷൻ ഉണ്ടോ? അതിനുശേഷം ആക്സിലറേഷൻ 0 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയി 20 to 25 സെക്കൻഡ്. തൽക്കാലം ഇവിടെയാണ് ടൈം 25 സെക്കൻഡ് നോക്കാം. ഇവിടുത്തെ പൊസിഷനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഈ പൊസിഷൻ നമ്മളോട് കാണും. ഇതാണ് ഫൈനൽ പൊസിഷൻ. സോ 20 to 25 സെക്കൻഡ് വരെ നമുക്ക് കാണാം. സോ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇങ്ങോട്ട് വരെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും, കാരണം ഇവിടെ ആക്സിലറേഷൻ ഇല്ല. പക്ഷെ ഇവിടെയുള്ള ഈ വെലോസിറ്റി നമുക്കറിയാമല്ലോ. ഈ വെലോസിറ്റി കണ്ടാലല്ലേ നമുക്ക് വെലോസിറ്റി ടൈം ചെയ്യാൻ പറ്റുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എക്സ് ഓഫ് 25 മൈനസ് എക്സ് ഓഫ് 20. എക്സ് ഓഫ് 20 നമുക്കറിയാം, എക്സ് ഓഫ് 25 നമുക്ക് കാണണം. വെലോസിറ്റി കിട്ടിയാലേ നമുക്ക് ഇനി ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആദ്യം നമ്മൾ ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ് കാണണം. സോ ഇവിടുത്തെ വെലോസിറ്റി കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ടല്ലേ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. ഫോഴ്സ് കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. സോ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷനും ആവറേജ് ആക്സിലറേഷനും ഈക്വൽ ആയിരിക്കും. ഫോഴ്സ് കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആവും. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷനും ആവറേജ് ആക്സിലറേഷനും ഈക്വൽ ആയിരിക്കും. അതായത് അത് എന്താക്കി എഴുതാൻ പറ്റും? v - u/Δt എഴുതാൻ പറ്റും ആക്സിലറേഷൻ.
സോ അതിൽ നിന്നും നമുക്ക് ഈ ഇവിടെ മുതൽ ഇവിടെ വരെ എടുക്കണം. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടൈം 0 x 0 ടൈം 20 സെക്കൻഡ് x മൈനസ് 800 മീറ്റർ. ആ സമയത്ത് ആക്സിലറേഷൻ താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ആക്സിലറേഷൻ താഴത്തേക്കുണ്ട്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 10 ആണ് അല്ലേ? സോ നമുക്ക് അതിൽ നിന്നും ഇവിടുത്തെ ഇത് u ആയിട്ട് കൺസിഡർ ചെയ്യാണ്, ഇത് നമ്മൾ v ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ അതിന് നമുക്ക് v സിമ്പിൾ ആയിട്ട് കണ്ടെത്തി കൂടെ. ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും v u + a ഡെൽറ്റ ടി. u എന്ന് പറഞ്ഞാൽ ടൈം 0 സെക്കൻഡിലുള്ള വെലോസിറ്റി. ടൈം 0 സെക്കൻഡ് വെലോസിറ്റി എത്രയാണ്? 10. സോ 10 പ്ലസ് ആക്സിലറേഷൻ എത്രയാണ്? -10. -10 ഇൻറ്റു ടൈം ടേക്കൺ 0 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ എത്ര സമയം എടുത്തു? 20. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10 മൈനസ് 200, അതായത് -200 + 10 എത്രയായി? -190 മീറ്റർ ആയി. മീറ്റർ അല്ല, -190 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള കാര്യം ചെയ്ത് നോക്കിയാൽ മതി. സോ നമുക്ക് പറയാൻ പറ്റും 20 to 25 സെക്കൻഡിൽ നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. സോ x ഓഫ് 25 മൈനസ് x ഓഫ് 20 ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. വെലോസിറ്റി എത്രയാണ്? -190 ഇൻടു ടൈം എത്രയാണ്? 25 മൈനസ് 20 എന്ന് വരും. സോ എക്സ് ഓഫ് 25 എന്ന് പറയുന്നത് നമുക്ക് കാണേണ്ട കാര്യമാണ്. എക്സ് ഓഫ് 20 എന്ന് പറയുന്നത് -1800 ആണ്. ഇവിടെ -190 ഇൻറ്റു 5 എന്ന് വരും. സോ നമുക്ക് ഇങ്ങനെ എഴുതാം -190 ഇൻറ്റു 10/2 എന്ന് എഴുതാം. അതായത് -1900 ഡിവൈഡ് ബൈ 2 എന്ന് വരും. സോ അത് നമുക്ക് 1000ന്റെ പകുതി 500 950 അല്ലേ? യെസ്. സോ അത് നമുക്ക് -950 മീറ്റർ എന്ന് എഴുതാൻ പറ്റും. സോ എക്സ് ഓഫ് 25 എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ആയിട്ടുണ്ടാവും. സോ അത് അങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ആവും. സോ ഇവിടെ -950 പ്ലസ് -950 മൈനസ് 1800 എന്നാവും. അതായത് ഉത്തരം 1800 പ്ലസ് 950 05712750, അതായത് -2750 മീറ്റർ. സോ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പൊസിഷൻ അറ്റ് 25 സെക്കൻഡ് എന്ന് പറഞ്ഞത് നെഗറ്റീവ് കിട്ടി. അത് എന്തായാലും കിട്ടില്ല, നമ്മൾ വിചാരിച്ച പോലെ പോസിറ്റീവ് ആയാലും കിട്ടിയില്ല. അതിന്റെ കാരണം എന്തായിരുന്നു? കാരണം എന്താ വെച്ചാൽ ഈ 20 സെക്കൻഡ് നേരത്തേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ലേ, അത് കാരണമായിട്ട് ഈ 20 സെക്കൻഡ് ആവുന്ന സമയത്ത് തന്നെ ക്വസ്റ്റ്യൻ എത്ര കിട്ടിയത്? -1800 ആണ്. അതായത് ഇവിടെ അല്ല ഉള്ളത് ക്വസ്റ്റ്യൻ, എവിടെ ഉള്ളത്? താഴെ ആയിട്ടാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കാരണമായിട്ട് അത് നേരെ ഇങ്ങനെ പോയി പിന്നെ താഴത്തേക്ക് വന്നു കഴിഞ്ഞു. മനസ്സിലായോ? അതുകൊണ്ട് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ കിട്ടി. പിന്നെ അതിനുശേഷം ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് നമുക്ക് അതിന്റെ നെഗറ്റീവ് തന്നെ വാല്യൂ കിട്ടി. 2750 മീറ്റർ എന്നുള്ള വാല്യൂ കിട്ടി. അതാണ് ഇവിടെ വെലോസിറ്റി എത്രയാണെന്ന് കിട്ടിയാൽ നമുക്ക് ഇവിടെ വെലോസിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് -190 കിട്ടി. -190 എന്ന് പറഞ്ഞാൽ എന്താണ്? താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇതാണ് ഉത്തരം വരുന്നത്. സോ ഇത് മിക്കവാറും അവർ ചോദിക്കേണ്ടതാണ്. കാരണം ഇപ്പം ഈ 2005 അവർ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടി കൂട്ടിയിട്ടുണ്ട്. സോ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ ഇപ്പം നിങ്ങൾ എഴുതിക്കൊണ്ട് നിൽക്കുന്ന, ഇപ്പം നിങ്ങൾ എഴുതി തുടങ്ങിയിട്ടുണ്ടാവോ? ഇല്ല, 5 മണി ആയിട്ടില്ല. സോ ഇപ്പം നിങ്ങൾ എഴുതിക്കൊണ്ട് നിൽക്കുന്ന എക്സാമിൽ ഇത് ചോദിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇനി നമ്മൾ ഇമ്പൾസ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്. നീറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്നതൊക്കെ ഈ ഭാഗത്ത് തന്നെയാണ്. നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം പിന്നെ ഇമ്പൾസും, ആ ഭാഗത്തു നിന്നാണ് പ്രധാന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നത്.
പക്ഷെ നമ്മൾ ഇത് പഠിച്ചിട്ട് പിന്നെ ഫോഴ്സ്, പലതരം ഫോഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കും. പക്ഷെ അടുത്ത വീഡിയോസ് ഇമ്പൾസ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക. നമ്മൾ പ്രധാനപ്പെട്ട ഈ 4 ചാപ്റ്റർ എന്തായാലും പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് കിട്ടും. ഏതൊക്കെ? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ. ഈ 4 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ വളരെ സിമ്പിളാവും. സോ ഈ ചാപ്റ്ററിൽ നല്ല എഫേർട്ട് ഇടാം, നന്നായിട്ട് പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്.